എന്താണ് എയർ ട്രാഫിക് കൺട്രോളർ? ആകാശത്തെ നിയന്ത്രിക്കുന്ന ഒരു എയർ ട്രാഫിക് കൺട്രോളർ ആവാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോ വരും? എപ്പോ അപ്ലൈ ചെയ്യാം? ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാടാ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആകാശത്തിന് ചുറ്റും പറക്കുന്ന ഒരുപാട് വിമാനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? എയർ ട്രാഫിക് കൺട്രോളേഴ്സ്. ഇവർ പ്രധാനമായിട്ടും എയർപോർട്ടുകളുടെ കൺട്രോൾ സെന്റേഴ്സിലും കമ്മ്യൂണിക്കേഷൻ സെന്റേഴ്സിലും ഒക്കെ ഇരുന്നു കൊണ്ട് പൈലറ്റുമാർക്ക് ഡയറക്ട്ലി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ലാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ കോർഡിനേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അവരുടെ എയർക്രാഫ്റ്റും അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേഷനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ്സ് ആണ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ത്രീ കിങ്സ് സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മുടെ സലിംകുമാർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ചെയ്യേണ്ട ഒരു ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോളറിൻ്റെത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റും ഈ ഒരു ജോലിക്കുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ എയർപോർട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ കൺട്രോൾ ടവേഴ്സിൽ ഇരുന്നുകൊണ്ടും അതുപോലെ തന്നെ ഏരിയ കൺട്രോൾ സെന്റേഴ്സിൽ ഇരുന്നുകൊണ്ടൊക്കെയാണ് ഈ ഒരു എയർക്രാഫ്റ്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ എയർക്രാഫ്റ്റുകളെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, അങ്ങനെ സകല റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഒരു എയർ ട്രാഫിക് കൺട്രോളർക്കായിരിക്കും. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്താണ് എലിജിബിലിറ്റി? അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളർ ആകാനായിട്ടുള്ള എലിജിബിലിറ്റി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാനമായിട്ടും വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫിസിക്സ്, മാത്സ് എന്നീ 2 സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ BSc പഠിക്കുമ്പോൾ BSc പഠനത്തോടൊപ്പം ഫിസിക്സ്, മാത്സ് എന്നീ 2 സബ്ജക്റ്റുകൾ ഭാഗമായിട്ടുണ്ട് എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, BSc ഇപ്പോൾ ബോട്ടണി, സുവോളജി ഒക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഫിസിക്സ്, മാത്സ് എന്നീ 2 സബ്ജക്റ്റുകൾ നിങ്ങളുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ BSc ഫിസിക്സ്, മാത്സ് തന്നെ എടുത്തിരിക്കണമെന്നാണ് നിർബന്ധമില്ല. ഇപ്പൊ കെമിസ്ട്രി എടുത്തിട്ടുള്ളവരാണെങ്കിലും എന്താണ്, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിടെക്കാർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് എല്ലാവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം അവർ ഫിസിക്സും മാത്സും അവരുടെ സെമസ്റ്ററിൽ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചു പോയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്കും ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിന്റെ പ്രായപരിധിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രായപരിധി പറയുന്നത് 27 വയസ്സാണ്. ശ്രദ്ധിക്കുക, 27 വയസ്സാണ് പ്രായപരിധി പറയുന്നത്. ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ 32 വയസ്സ് വരെയും, അതുപോലെ തന്നെ OBC വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ 30 വയസ്സ് വരെയും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഡിസബിലിറ്റീസ് ഉള്ളവർക്കും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ തുടങ്ങിയവർക്കെല്ലാം തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു 10 വയസ്സ് വരെയാണ് സാധാരണ രീതിയിൽ ഏജ് റിലാക്സേഷൻ പറയാറുള്ളത്. അപ്പോൾ ഇത്രയും ഏജ് റിലാക്സേഷൻ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ എന്താണ്? നമുക്ക് ഇതിന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള എക്സാമിനേഷന്റെ പാറ്റേൺ. അപ്പോൾ 120 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു പരീക്ഷയാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഒറ്റ ദിവസം 2 സ്റ്റേജസ് ആയിട്ട്, അതായത് കാലത്തും ഉച്ചയ്ക്ക് നടക്കുന്ന 2 സ്റ്റേജസ് ആയിട്ട് വരുന്ന ഒരു പരീക്ഷയാണ് ഉണ്ടായിരിക്കുക. 120 ചോദ്യങ്ങളാണ് ആകെ മൊത്തം ഉണ്ടാവുക. 120 മാർക്കിന്റെ പരീക്ഷയാണ് 2 മണിക്കൂറിലാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കുക, 2 മണിക്കൂറിൽ വരുന്ന 120 ചോദ്യങ്ങൾ വരുന്ന 120 മാർക്കിന്റെ പരീക്ഷയാണ് ഉണ്ടായിരിക്കുക. ഇതിൽ പാർട്ട് എ വരുന്നത് 60 മാർക്കാണ്. പാർട്ട് എ 60 മാർക്കാണ്. ഈ 60 മാർക്ക് ആക്ച്വലി ജനറൽ സബ്ജക്റ്റുകളാണ് കൂടുതൽ. നമ്മുടെ മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് തുടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം കൂടി ചേർത്താണ് 60 മാർക്ക്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, റീസണിംഗിൽ നിന്ന് ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, നമ്മുടെ പൊളിറ്റി, ഹിസ്റ്ററി, അതുപോലെ എക്കണോമിക്സ് എല്ലാം കൂടി ചേർത്ത്, കറണ്ട് അഫയർ എല്ലാം കൂടി ചേർത്ത് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബേസിക്കലി കറണ്ട് അഫയർ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. അപ്പോൾ ജനറൽ അവയർനെസ് സബ്ജക്റ്റിൽ നിന്ന് ഒരു 10 മാർക്ക് എന്നിങ്ങനെ 60 മാർക്ക് ഇവിടെ ഉണ്ടാവും. പിന്നെ വരുന്ന 60 മാർക്ക് ആക്ച്വലി ഒരു ടെക്നിക്കൽ പേപ്പറിന്റെ മാർക്കാണ്. നമ്മുടെ മാത്സിലെയും ഫിസിക്സിലെയും നോളജ് ചെക്ക് ചെയ്യുന്ന ഒരു പേപ്പറാണ് പാർട്ട് ബി പേപ്പർ. അതിനൊരു 60 മാർക്ക് ഉണ്ടാവും. അപ്പോൾ മാത്തമാറ്റിക്സിൽ നിന്ന് 30 ചോദ്യങ്ങൾ ഉണ്ടാവും, ഫിസിക്സിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ആകെ മൊത്തം 60 മാർക്ക് അടങ്ങുന്ന ഒരു ടെക്നിക്കൽ പേപ്പറും ഉണ്ടാവും. അപ്പോൾ 2 പേപ്പറാണ് ഉണ്ടായിരിക്കുക. ഒന്ന് നമ്മുടെ ഒരു ജനറൽ പേപ്പർ, നമ്മുടെ മാത്സ്, റീസണിംഗ് ഒക്കെ അടങ്ങിയ ജനറൽ പേപ്പറും പാർട്ട് ബിയിൽ വരുന്ന ഒരു ടെക്നിക്കൽ പേപ്പറും. ഓക്കെ, ഇത് രണ്ടുമാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇനി ഇതിന്റെ ഒരു നിലവാരം എന്താണെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു തരാം. ഇനി സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുന്ന സ്റ്റേജസ് ആസ് യൂഷ്വൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുള്ള സിലബസ് പ്രകാരമുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 120 ചോദ്യങ്ങൾ അടങ്ങുന്ന 2 മണിക്കൂറിന്റെ പരീക്ഷയാണ് നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരിക. രണ്ടാമത്തെ കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വോയിസ് ടെസ്റ്റ് ആണ്. നമ്മൾക്കറിയാം, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ആളാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വോയിസിന് ഇഷ്യൂസോ അല്ലെങ്കിൽ സ്പീക്കിംഗ് ഡിസബിലിറ്റീസോ ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വോയിസ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മുടെ വോയിസിന് നല്ല ക്ലാരിറ്റി ഉണ്ടോ, ക്ലിയർ ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വോയിസ് ടെസ്റ്റ് ആണ് നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് വോയിസ് ടെസ്റ്റ് ആണ്. രണ്ടാമത്തേത് ഒരു സൈക്കോ ആക്റ്റീവ് ടെസ്റ്റ് ആണ്.
അതായത് നിങ്ങൾ എന്തെങ്കിലും ഡ്രഗ്സോ അതുപോലെ തന്നെ മറ്റു സബ്സ്റ്റൻസോ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് കൂടി ഉണ്ടാവും. കാരണം എയർ ട്രാഫിക് കൺട്രോളറിന്റെ ജോലി വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ്. എയർക്രാഫ്റ്റുകളെ നിയന്ത്രിക്കേണ്ട ഒരു ജോലി ഉള്ള ഒരു വ്യക്തിയാണ് എയർ ട്രാഫിക് കൺട്രോളർ. അതുകൊണ്ട് തന്നെ നമ്മൾ മെന്റലി ഒക്കെ വളരെ ആക്റ്റീവ് ആണ്. നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. വേറെ മറ്റു സബ്സ്റ്റൻസസ് ഒന്നും ഉപയോഗിച്ച് അബോധാവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് കൂടി ഉണ്ടാവും. ഇത് നിങ്ങൾ ജോലി കയറി കഴിഞ്ഞാലും ഈ ഒരു പീരീഡിലൊക്കെ നിങ്ങൾ എടുക്കേണ്ടി വരും ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പോൾ ആ രീതിയിലുള്ള സബ്സ്റ്റൻസസ് ഒന്നും ഉപയോഗിക്കുന്ന ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ ഈ ജോലിയിൽ തുടർന്ന് പോകാനോ സാധിക്കില്ല. ഇനി ശേഷം വരുന്നത് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ ബേസിക്കലി നിങ്ങളുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് പോലുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. സാധാരണ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷനും കൂടി, നോർമൽ മെഡിക്കൽ എക്സാമിനേഷനും കൂടി നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ സ്റ്റേജ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അടക്കം നടത്തുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള രീതിയിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പോലീസ് വെരിഫിക്കേഷൻ അടക്കമുള്ള ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടി ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, നിങ്ങളുടെ പേരിൽ മോശപ്പെട്ട ഒരു പേരോ ഇമേജോ അതല്ല എന്തെങ്കിലും കേസുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അടക്കമുള്ള ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്ന ഒരു സെലക്ഷൻ പ്രോസസ്സ്. ഇനി ഇതിന്റെ സാലറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സാലറിയുടെ ഒരു പേ സ്കെയിൽ പറയുന്നത് 40,000 മുതൽ 1,40,000 രൂപ വരെയാണ്. എനിക്ക് സ്റ്റാർട്ടിംഗ് ഡെഫിനറ്റ്ലി ഒരു 60 to 70 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ഇൻ ഹാൻഡ് കിട്ടാനായിട്ട് പോകുന്ന സാലറി എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ പ്രൊമോഷൻ കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റ് മാത്രമല്ല, ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റ് ആണ്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ്. അതിന്റേതായ എല്ലാ അലവൻസും ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല അലവൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി ഉണ്ട്. നല്ലൊരു കരിയർ ഗ്രോത്ത്, അതായത് മാനേജർ ലെവലിലോട്ടൊക്കെ പ്രൊമോഷൻ കിട്ടി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ടാവും ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഇന്റർനാഷണൽ ഡീലിംഗ്സ് എല്ലാം നടത്തുന്നതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ എക്സ്പോഷർ കൂടുതലായിരിക്കും. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ഈ ഒരു എയർ ട്രാഫിക് കൺട്രോളറിന്റെ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഫിസിക്സും മാത്സും എല്ലാവരും പഠിക്കാത്തതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെങ്കിൽ കൂടെ എന്നാൽ ഒരുപാട് പേര് ആ ഒരു ലെവലിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷ കൂടിയാണ് എയർ ട്രാഫിക് കൺട്രോളറിന്റേത്. ഇനി എങ്ങനെ തയ്യാറെടുക്കണം? സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 സബ്ജക്റ്റുകൾ ഫിസിക്സും മാത്സും തന്നെയാണ്. മറ്റ് സബ്ജക്റ്റുകളെല്ലാം പഠിക്കണം. പക്ഷേ ഫിസിക്സും മാത്സും നല്ല രീതിക്ക് നമ്മൾ തയ്യാറെടുക്കണം. അതിനൊരു +1, +2 ലെവലിലുള്ള നല്ല രീതിക്കുള്ള NCERT സ്ട്രോങ് ആക്കി പ്രിപ്പയർ ചെയ്തിരിക്കുക. അത്യാവശ്യം നല്ല ഫിസിക്സും മാത്സും വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഫിസിക്സും മാത്സേ ഉള്ളൂ. അതായത് ഭയങ്കര നീറ്റ് ലെവലിലുള്ള അത്രയും അഡ്വാൻസിലോട്ട് പോകുന്നില്ല എങ്കിൽ കൂടെ നമുക്കൊരു ഫിസിക്സും മാത്സും പഠിച്ചിരിക്കേണ്ട, നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നല്ല രീതിക്ക് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ലാസ്റ്റ് ഒരു 5 വർഷത്തെ 2020 മുതലുള്ള ഒരു 5 വർഷത്തെ എയർ ട്രാഫിക് കൺട്രോളറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ വരും എത്ര ഡെപ്തിൽ പഠിച്ച് തുടങ്ങണം, എന്തുമാത്രം എനിക്ക് കാര്യങ്ങൾ അറിയാം, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല തറോ ആയിട്ടൊന്ന് സോൾവ് ചെയ്ത് വെച്ചോടാ. പിന്നെ നിങ്ങൾ നല്ല രീതിക്ക് മോക്ക് ടെസ്റ്റുകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു എക്സാമിന് ടൈം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷണൽ ടൈമിംഗ് വരുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, സോ അതുകൊണ്ട് തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇംഗ്ലീഷ്, റീസണിംഗ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിനൊക്കെ ആക്യുറസിയും സ്പീഡും കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി. അതുപോലെ കറണ്ട് അഫെയർ നല്ല രീതിക്ക് നോക്കുക. ലാസ്റ്റ് ഒരു 6 മാസത്തെ കറണ്ട് അഫെയർ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജനറൽ അവയർനെസിന്റെ പേപ്പറിൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉന്തുവരം പഠിക്കണം. ഒരു മാർക്കിന് വേണ്ടി, ഒരു ക്വസ്റ്റിന് വേണ്ടി നിങ്ങൾ കുറേ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ എന്ത് പഠിക്കണം പഠിക്കേണ്ട എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തേക്കാം വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോടാ. ഞാൻ എന്തായാലും അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ചെയ്തേക്കാം. അപ്പോൾ കറണ്ട് അഫെയർ ലാസ്റ്റ് ഒരു 6 മാസത്തെ കൂടി പഠിച്ചിട്ട് പോകണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു 10 മാർക്കിൽ ഒരു മാക്സിമം ഒരു 3-4 കറണ്ട് അഫെയർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈസിലി സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനമാണ്. ഇനി എയർ ട്രാഫിക് കൺട്രോളർ എക്സാമിനേഷന് വേണ്ടിയിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സൂപ്പർ നോട്ട്സ് ഒരു വ്യോമ ബാച്ച് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിന്റെ ഡെമോ ക്ലാസ് നോട്ട്സ് ഒക്കെ വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ശേഷം നിങ്ങൾക്ക് തന്നെ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിൽ കയറി പർച്ചേസ് ചെയ്യാൻ സാധിക്കൂടാ. എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ആയിട്ടുള്ള 8281223366 ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. എയർ ട്രാഫിക് കൺട്രോളറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫ്രീ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. എന്ത് ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഞാൻ വരുന്ന ദിവസം ഒരു വെബിനാർ കൂടി ഓർഗനൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തോ. അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ വെബിനാറിന് വേണ്ടിയിട്ടും എല്ലാവരും തയ്യാറായിട്ടിരുന്നോ. ഇവിടെ അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരുപാട് പേര് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എയർ ട്രാഫിക് കൺട്രോളറായിട്ട് കയറിയിട്ട് നമ്മുടെ ചുറ്റും തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ കേൾക്കുന്നവരുണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞു തരികയാണ്, നമുക്കൊന്നും കിട്ടാത്ത പരീക്ഷയൊന്നും അല്ല. നമ്മുടെ കൂട്ടത്തിൽ പെട്ട ഒരുപാട് പേര്, ഇപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഈ ജോലി എടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം. ചിലപ്പോൾ അന്ന് ചിലപ്പോൾ ഈ എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ ജോലിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുന്നുണ്ട്. കാരണം ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയൊന്നുമല്ല. അപ്പോൾ എന്തായാലും ശരി, എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു ഈ വർഷം അവസാനം എന്തായാലും വരും. ഓക്കെ.
കാരണം ഈ ഒരു കഴിഞ്ഞ ഏപ്രിൽ ആയപ്പോഴേക്കും ലാസ്റ്റ് എയർ ട്രാഫിക് കൺട്രോളറിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അത് ക്ലോസ് ആയി. ഇനിയിപ്പോ അടുത്ത എയർ ട്രാഫിക് കൺട്രോളർ നോട്ടിഫിക്കേഷൻ വരാറായി. ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമൊക്കെ ഇതിന്റെ പരീക്ഷയൊക്കെ ഉണ്ടാവും. കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 മാസം അതിന് മുകളിൽ നമുക്ക് പഠിക്കാനും പ്രിപ്പറേഷനും വേണ്ടിയിട്ട് കിട്ടൂല. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനമൊക്കെ ആരംഭിച്ചോടാ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമന്റ്സിലൂടെ റിപ്ലൈ തന്നേക്കാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.